അത് ഒരു സീരിയസ് ആയിട്ടുള്ള അലിഗേഷനാണ്. അത് പാർട്ടി അത് വേണ്ട ഗൗരവത്തിലെടുത്ത് അത് പോലീസിന് കൈമാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അന്വേഷണം നടക്കണം, സ്വതന്ത്രമായ അന്വേഷണം നടക്കണം. തെറ്റ് ചെയ്ത ആരും രക്ഷപ്പെടുകയില്ല. പക്ഷേ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാനും പാടില്ല. എല്ലാ സ്ഥലത്തും ഓടിയെത്തുമെന്ന് അറിയത്തില്ല. കാരണം പുതുപ്പള്ളി MLA ആയതുകൊണ്ട്, ആദ്യത്തെ തവണയും കൂടെ ആയതുകൊണ്ട് വലിയ ഭാരം അവിടുത്തെ ഉണ്ട്. അതുകൊണ്ട് പരമാവധി സ്ഥലം എത്താൻ നോക്കുന്നു. ഇടുക്കി പോയി, എറണാകുളം വന്നു, തൃശ്ശൂർ പോകുന്നു. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഒന്ന് റൗണ്ട് ഓടിയത് മലപ്പുറത്ത് പോകണം, പാലക്കാട് പോകണം. അങ്ങനെ നിൽക്കുക. ഉറപ്പായിട്ടും ജയിക്കുമല്ലേ? ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. വിവാദവും ഞങ്ങളെ സംബന്ധിച്ച് ഒരു വിവാദമില്ല. ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി UDF-നെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ആ നിലപാടെന്താ? ഇവിടെ വികസനം ഉണ്ടാവണം. ഈ കൊച്ചിയുടെ മെട്രോ നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ആ മെട്രോ നടപ്പാക്കിയതിന് ശേഷം എത്ര ദൂരം കൊച്ചി മെട്രോ മുന്നോട്ട് പോയിട്ടുണ്ട്. ആലുവയിൽ നിന്നു 9 വർഷം മുമ്പ്, ഇപ്പോഴവിടെ നിൽക്കുകയല്ലേ. എയർപോർട്ട് വരെ പോലും നീട്ടാൻ ഈ സർക്കാർ സാധിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ രാജിവെച്ചതിൻ്റെ 3-ാമത് മാസം പിണറായി വിജയൻ സർക്കാരിന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. ഞാൻ മുഖ്യമന്ത്രിയെ ഇന്നലെയും മെനഞ്ഞാന്നും വെല്ലുവിളിച്ചു. തിരുവനന്തപുരം മെട്രോ അടുത്ത മുഖ്യമന്ത്രിക്ക് 3-ാം മാസം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അവിടെ മെട്രോയ്ക്ക് ഒരു കല്ല് പോലും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് UDF LDF തമ്മിലുള്ള വ്യത്യാസം. അത് ജനങ്ങളിലേക്ക് ഞങ്ങൾ കാണിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ചർച്ച. വികസനം. 2, ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള, അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച ഒരു സർക്കാർ കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഈ ഗവൺമെൻറ് കാലത്ത് നടന്നു. ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്, യാതൊരു സംശയവുമില്ല. അത് ഒരു സീരിയസ് ആയിട്ടുള്ള അലിഗേഷനാണ്. അത് പാർട്ടി അത് വേണ്ട ഗൗരവത്തിലെടുത്ത് അത് പോലീസിന് കൈമാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അന്വേഷണം നടക്കണം, സ്വതന്ത്രമായ അന്വേഷണം നടക്കണം. തെറ്റ് ചെയ്ത ആരും രക്ഷപ്പെടുകയില്ല. പക്ഷേ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാനും പാടില്ല. അതെല്ലാം പാർട്ടി നേതൃത്വം പറഞ്ഞ കാര്യമാണ്. ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. പക്ഷേ ഓരോരുത്തരും സ്വയം പരിശോധിക്കണം. അത് ബേർഡൻ എവിടെ പാർട്ടി പേറുന്നു? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തില്ലേ? പാർട്ടി സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിരിക്കുക. ഇതിക്കുള്ളിൽ ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ പുറത്തോട്ട് ചാരുക. ഞങ്ങൾ അദ്ദേഹത്തിന് നടപടിയെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ കൂടുതൽ ഞങ്ങളുടെ പാർട്ടി അംഗത്തെക്കുറിച്ച് ഈ പരാതി വന്നപ്പോൾ അപ്പം തന്നെ എത്ര 3 മാസമോ 4 മാസം മുമ്പ് അപ്പം തന്നെ നിലപാടെടുത്ത് നടപടിയെടുത്തു. ഇതിൽ കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത നടപടി ഫർദറായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പരിമിതിയില്ലേ? അതായത് പറയാം, ഓരോരുത്തരും സ്വയം പരിശോധിക്കണം. എല്ലാവർക്കും അങ്ങനെ ക്ലാരിറ്റി ഉള്ള നിലപാടുണ്ട്. ഈ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന MLA ഈ പരാതി ഇപ്പോൾ രണ്ടാമതാണ്. അതിന് മുമ്പത്തെ പരാതി വരുന്നതിന് മുമ്പ് അവിടെ പ്രചരണത്തിൽ സജീവമാണ്. അദ്ദേഹത്തെ എതിർത്ത ചില ആളുകളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു. ആ പ്രതിപക്ഷ നേതാവിനോടൊക്കെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ പ്രചരണത്തിന് പോകുന്നു. എല്ലാ നേതാക്കളും ഇതേപോലെ ക്ലാരിറ്റി ഉള്ള നിലപാട് പറയുന്നില്ല. ഞാൻ ചോദിക്കോട്ടോ, അദ്ദേഹം ലോക്കൽ ലീഡർഷിപ്പിൽ ആരെങ്കിലും വിളിച്ച് എവിടെയെങ്കിലും പരിപാടിക്ക് പോയി കാണും. ഇതേപോലെ ഞാൻ ജില്ല വിട്ട് വരുന്ന പോലെ അദ്ദേഹത്തിന് ഈ ഇലക്ഷന് വരാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. കാരണം ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ സ്റ്റാൻഡേർഡ് ലീഡർഷിപ്പിനില്ല. ഇപ്പോൾ ലോക്കലായിട്ടുള്ള അദ്ദേഹം അവിടുത്തെ MLA ആയതുകൊണ്ട് ലോക്കലായിട്ടുള്ള ലീഡേഴ്സ് ചിലപ്പോൾ വിളിച്ച് കാണുമായിരിക്കും. അതിൻ്റെ അർത്ഥം മൊത്തം കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അതാണെന്നാണോ? അല്ല. കോൺഗ്രസിൻ്റെ വളരെ സുതാര്യമായ നിലപാടായതുകൊണ്ടാണ് പാർലമെൻറ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് നിലപാട് പറയാൻ പറ്റുക? ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ പുള്ളി എൻ്റെ ഇലക്ഷൻ സമയത്ത് മുഴുവൻ സമയം വന്ന ആളാണ്. പുതുപ്പള്ളിയിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? അല്ലെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് വളരെ ക്ലിയറാണ്. കോൺഗ്രസ് ലീഡർഷിപ്പ് അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അത് പിന്നെ ഓരോരുത്തരും സ്വയം ആലോചിക്കണം. ശരികൾ തെറ്റുകൾ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി കൂടിയാണ്. ചിലർക്ക് സ്വാതന്ത്ര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അവരും ആലോചിക്കണം എന്ത് വേണമെന്നുള്ളത്. അതിൽ കൂടുതൽ ഞാൻ പറയുകയല്ല. എനിക്കതിനെക്കുറിച്ച് അറിയാത്ത കാര്യം ഞാൻ കമൻറ്റ് ചെയ്യില്ല. ഇന്നാണ് ഞങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അതേ എനിക്കറിയുള്ളൂ. ബാക്കി എനിക്ക് നിങ്ങളുടെ അസംപ്ഷൻ അനുസരിച്ച് പോകാൻ പറ്റത്തില്ല.